അങ്ങനെ അമേരിക്ക ശാസിച്ചാൽ വഴങ്ങുന്ന ഒരു രാജ്യമാണോ ഇറാൻ? ഇന്നേ വരെ അങ്ങനെ ചെയ്തിട്ടില്ല. അയത്തുള്ള ഖൊമൈനി അതിന് മറുപടിയും പറഞ്ഞു, അമേരിക്കയുമായി ഞങ്ങൾ ഈ വിഷയം സംസാരിക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ ദേശീയ സുരക്ഷ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇറാന്റെ ആണവ മുങ്ങിക്കപ്പലുകളും ഒന്നും തന്നെ അമേരിക്കൻ തീരം വരെ എത്തില്ലായിരിക്കാം. ഇറാന്റെ ബാറ്റിൽ ഷിപ്സ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് അമേരിക്ക വരെ ചെന്ന് ബോംബിടാനുള്ള കപ്പാസിറ്റി ഇല്ലായിരിക്കാം. പക്ഷേ അമേരിക്കയ്ക്ക് 2 കടലിടുക്കുകൾ വഴി, ഒമാൻ കടലിടുക്ക് വഴി പേർഷ്യൻ ഗൾഫിലേക്കും അതുപോലെ ബാബൽ മന്ദേബ് കടലിടുക്കിലൂടെ, അതായത് ഈ യമന്റെ തെക്കുഭാഗത്തുള്ള ആ ഒരു ഗൾഫ് ഓഫ് എയ്ഡൻ വഴി ചെങ്കടലിലേക്കും അതുവഴി സുവേസിലേക്കും പ്രവേശിക്കുന്ന എല്ലാ കപ്പലുകളെയും ഇറാൻ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ലോക വ്യാപാരം പപ്പടം പോലെ പൊടിയും. അമേരിക്കയുടെ മാത്രമല്ല, അമേരിക്കയുടെ പല സഖ്യരാജ്യങ്ങളുടെയും പല അറബ് രാജ്യങ്ങളുടെയും സൗദി അറേബ്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ ഒരു സാമ്പത്തിക മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് വളയ്ക്കാനേ പറ്റൂ, ഒരുപക്ഷെ ഒടിക്കാനാവില്ല. ഇറാന്റെ ഭൂഗർഭ അറകളിൽ വലിയ തോതിൽ മിസൈൽ ശേഖരം ഉണ്ട് എന്നത് കഴിഞ്ഞ ദിവസം ലോകത്തിന് വെളിപ്പെട്ടു. ഇറാന്റെ തന്നെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അവര് ഒരു അണ്ടർഗ്രൗണ്ട് ആയുധ സംഭരണശാല, മിസൈൽ സംഭരണശാല തദ്ദേശീയമായി, തീർച്ചയായും ചൈനയുടെ സഹായമുണ്ട്, എന്നിരുന്നാലും ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളുടെ വൻപൻ ശേഖരം, അത് മീറ്ററുകൾ 10-60 മീറ്റർ താഴെയാണ്, ഗ്രൗണ്ട് ലെവലിനേക്കാൾ മീറ്ററുകൾക്ക് താഴെയാണ്. അപ്പോൾ ഒരു ബോംബിനും തകർക്കാനാവാത്തത് എന്ന് ഇറാൻ ക്ലെയിം ചെയ്യുന്ന ഒരു മിസൈൽ ശാല കാട്ടി. അതുപോലെ 3 വ്യത്യസ്തമായ ഇടങ്ങളിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് കാട്ടുന്നത് അബദ്ധമാണോ എന്നത് മറ്റൊരു കാര്യം. അതായത് അമേരിക്കയ്ക്ക് അതിൻ്റെ ലൊക്കേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും അമേരിക്കയ്ക്ക് അതേക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകുന്നത് അമേരിക്ക കുറച്ചുകൂടി കർശനമായ നീക്കങ്ങൾ നടത്താൻ അത് പ്രേരകമാകും എന്ന ഒരു പക്ഷം മറുപക്ഷത്തുണ്ട്. എന്നാൽ അതിൻ്റെ വാതായനങ്ങൾ അത് ചില തുരങ്കങ്ങളിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. തുരങ്കങ്ങളിൽ നിന്നും ഈ മിസൈൽ അണ്ടർഗ്രൗണ്ട് കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഇടങ്ങൾ ദുർബലമാണ് എന്നും അമേരിക്കൻ വ്യോമാക്രമണത്തിൽ തകരാൻ സാധ്യതയുണ്ട് എന്ന മട്ടിലുള്ള മറു റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇറാൻ ചെയ്യുന്നത് അബദ്ധമാണോ എന്ന് അറിയില്ല. അതുപോലെ ഇറാന്റെ ആണവ പദ്ധതി നിർത്തിവെക്കണം എന്ന് കൽപ്പന കൊടുത്തിരുന്നു ഡൊണാൾഡ് ട്രംപ് ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ. അതവരെ സംബന്ധിച്ച് ഇറാനുമായി ഒരു സഹകരണ കരാറിൽ മുൻ ഭരണകൂടം 2015 മുൻ ഭരണകൂടം, ഒബാമ ഭരണകൂടം ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഇറാൻ അതിൻ്റെ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ, ന്യൂക്ലിയർ സമ്പുഷ്ടീകരണം, ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കും. അതിന് പകരമായി ഇറാനെതിരെ വിവിധ രാജ്യങ്ങൾ, ഫ്രാൻസ്, ബ്രിട്ടൻ ഒക്കെ അടങ്ങുന്ന യൂറോപ്യൻ സമൂഹം, അതുപോലെ ചൈന, റഷ്യ, ഇതെല്ലാം ചേർന്നൊരു കരാറാണ്. പക്ഷേ ചൈനയും റഷ്യയും സഹകരണം തുടരുന്നു, പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ സഹകരണം നിർത്തിവെക്കുന്നു. ഇങ്ങനെ ആണവ സ്ഫോടനത്തിലേക്ക്, ആണവ ഉപയോഗത്തിലേക്ക്, ആണവ സമ്പുഷ്ടീകരണത്തിലേക്ക് ഇറാൻ നീങ്ങിയാൽ ഉടൻ തന്നെ സാങ്ഷൻസ് നിലവിൽ വരും. ഇല്ല എങ്കിൽ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ലിഫ്റ്റ് ചെയ്തപ്പോൾ ഇറാൻ വലിയ നേട്ടം, എണ്ണ വ്യാപാരത്തിൽ ഇറാൻ 2015, 16, 17 വർഷങ്ങളിൽ വലിയ നേട്ടം കൈവരിച്ചു. എന്നാൽ 2018 ഡൊണാൾഡ് ട്രംപ് 2017 അധികാരത്തിൽ വന്ന് 2018 ആ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറി. മറ്റു രാജ്യങ്ങൾ പിന്മാറിയില്ലെങ്കിൽ പോലും അമേരിക്ക പിന്മാറിയപ്പോൾ ഇറാൻ ഉണ്ടായ എണ്ണ വ്യാപാരത്തിലുണ്ടായ ഉപരോധം മൂലമുണ്ടായ നഷ്ടം 36 ഓരോ വർഷവും $36 ബില്യൺ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അത് വലിയ ഭീമമായ നഷ്ടമാണ്. ഇറാനെ അയൽ രാജ്യങ്ങളിലേക്ക് പോലും എണ്ണ കയറ്റുമതി ചെയ്യാൻ പണമില്ലാതെ വരുമ്പോൾ എങ്ങനെയാണ് വലിയ മിസൈൽ ശേഖരം ഉണ്ടാക്കി വെക്കുക? ആ രീതിയിൽ ഇറാനെ തകർക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇറാൻ ചെയ്ത മറ്റൊന്നാണ്, ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും, ക്യാഷ് ക്രഞ്ച് ഉണ്ടെങ്കിലും, അവിടുത്തെ ഇറാന്റെ കറൻസിക്ക് വിലയിടിവ് സംഭവിക്കുമ്പോഴും, അണുവിശിഷ്ട നില മോശമാകുമ്പോഴും, സാമ്പത്തിക സ്ഥിതി വളരെ ബുദ്ധിമുട്ടാകുമ്പോഴും രഹസ്യമായി ആണവ വിദ്യ അവർ സമ്പുഷ്ടീകരിച്ചുകൊണ്ടേയിരുന്നു. ഒരു ത്രഷ് ഹോൾഡ് പവർ എന്നുള്ള ഉമ്മറപ്പടയിൽ എത്തി നിൽക്കുകയാണ്. ഏത് നിമിഷവും ആണവായുധം ഉപയോഗിക്കാം, പരീക്ഷണങ്ങൾ നടത്തിയേക്കാം. അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായി അമേരിക്ക ഇപ്പോൾ പറയുന്നത് എന്താണ്? രണ്ടാമതൊരു കരാറിനെ കുറിച്ച് ട്രംപ് തന്നെ ഏകപക്ഷീയമായി പിന്മാറിയ തരത്തിലുള്ള ഒരു ഒബാമ കാലഘട്ടത്തിലെ ഒരു കരാർ പോലെയുള്ള ഒരു ആണവ കരാറിലേക്ക് നിർബന്ധപൂർവം ഇറാൻ ഒപ്പിട്ടിരിക്കണം. അങ്ങനെ അമേരിക്ക ശാസിച്ചാൽ വഴങ്ങുന്ന ഒരു രാജ്യമാണോ ഇറാൻ? ഇന്നേ വരെ അങ്ങനെ ചെയ്തിട്ടില്ല. അയത്തുള്ള ഖൊമൈനി അതിന് മറുപടിയും പറഞ്ഞു, അമേരിക്കയുമായി ഞങ്ങൾ ഈ വിഷയം സംസാരിക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ ദേശീയ സുരക്ഷ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇത് അറിയിക്കുന്നത് നേരിട്ടല്ല, നേരിട്ട് ഞങ്ങൾ സംസാരിക്കില്ല,
മറിച്ച് ഒമാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലൂടെ, ഒമാൻ അയൽ രാജ്യമാണ്, ഈ ഗൾഫ് ഓഫ് ഒമാൻ ഇറാനുമായിട്ട് അടുത്ത നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഒമാനിലൂടെ ഈ സന്ദേശം അമേരിക്കയ്ക്ക് കൈമാറി അത് ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചു. അങ്ങനെയെങ്കിൽ കർശനമായ സാങ്ഷൻസ് ആയിരിക്കും. അമേരിക്ക എന്തു പറയുമ്പോഴും ട്രംപിന് ഒറ്റ വാക്കേ ഉള്ളൂ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് എന്നാൽ ഉപരോധം പ്രഖ്യാപിക്കുക. ഇപ്പൊ ഇറാനെതിരെ ഉപരോധം, ഇനി കൂടുതൽ എന്ത് ഉപരോധം വരാനാണ്? എല്ലാ രാജ്യങ്ങൾക്കെതിരെ ഉപരോധം, ഇറാനെതിരെ. അപ്പൊ ഇറാന്റെ എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ, ഇപ്പൊ റഷ്യയുടെ എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ട്രംപ് കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്നറിയില്ല, പക്ഷേ അതും പറയുന്നു. ഇറാൻ എന്നാൽ മുന്നോട്ട് തന്നെ പോവുകയാണ്. അതിന് പുറമെയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അമേരിക്ക ഒരു പേടിപ്പിക്കൽ എന്ന നിലയിൽ B-2 ബോംബേഴ്സ് ഡീഗോ ഗാർഷ്യയിലേക്ക് നീക്കിയിരിക്കുന്നു. അവരുടെ 20 B-2 ബോംബേഴ്സിന്റെ ഫ്ലീറ്റിൽ 7 B-2 വിമാനങ്ങൾ ദീർഘദൂര പറക്കാൻ കഴിയുന്ന വിമാനങ്ങളാണ്, സ്റ്റെൽത്ത് വിമാനങ്ങളാണ്. അപ്പൊ ഇറാന്റെ റേഡാറുകളെ വെട്ടിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ആക്രമണം നടത്തും, വേണ്ടി വന്നാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞു. ഉരുള കുപ്പേരി പോലെ ഇറാന്റെ ആധ്യാത്മിക നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന വന്നു, ചുമ്മാ വരട്ടാൻ നോക്കണ്ട, ഞങ്ങൾ തിരിച്ചടിക്കും. അമേരിക്കൻ വാണിജ്യ താല്പര്യങ്ങൾ, അമേരിക്കൻ സാമ്പത്തിക താല്പര്യങ്ങൾ, അമേരിക്കയുടെ സൈനിക താല്പര്യങ്ങൾ, ഇത് മൂന്നും മധ്യ പൗരസ്ത്യ പ്രദേശത്തുണ്ട്. ഇറാൻ ഒരുപക്ഷെ ഇറാന്റെ മണ്ണിൽ നിന്നും നേരെ മിസൈൽ അയച്ച് അമേരിക്കയിൽ വരെ ഡെലിവറി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലായിരിക്കാം. ഇറാന്റെ ആണവ മുങ്ങിക്കപ്പലുകളും ഒന്നും തന്നെ അമേരിക്കൻ തീരം വരെ എത്തില്ലായിരിക്കാം. ഇറാന്റെ ബാറ്റിൽ ഷിപ്സ്, എന്താണ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, അമേരിക്ക വരെ ചെന്ന് ബോംബിടാനുള്ള കപ്പാസിറ്റി ഇല്ലായിരിക്കാം. പക്ഷേ അമേരിക്കയ്ക്ക് 2 കടലിടുക്കുകൾ വഴി, ഒമാൻ കടലിടുക്ക് വഴി പേർഷ്യൻ ഗൾഫിലേക്കും അതുപോലെ ബാബൽ മന്ദേബ് കടലിടുക്കിലൂടെ, അതായത് ഈ യമന്റെ തെക്കുഭാഗത്തുള്ള ആ ഒരു ഗൾഫ് ഓഫ് എയ്ഡൻ വഴി ചെങ്കടലിലേക്കും അതുവഴി സുവേസിലേക്കും പ്രവേശിക്കുന്ന എല്ലാ കപ്പലുകളെയും ഇറാൻ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ലോക വ്യാപാരം പപ്പടം പോലെ പൊടിയും. അമേരിക്കയുടെ മാത്രമല്ല, അമേരിക്കയുടെ പല സഖ്യ രാജ്യങ്ങളുടെയും പല അറബ് രാജ്യങ്ങളുടെയും, സൗദി അറേബ്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ ഒരു സാമ്പത്തിക മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് വളയ്ക്കാനേ പറ്റൂ, ഒരുപക്ഷെ ഒടിക്കാനാവില്ല. അപ്പൊ ഇറാനുമായിട്ടുള്ള ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ആഗോള രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വിഷയത്തെ ഞാൻ നോക്കിക്കണ്ടു എന്നേ ഉള്ളൂ. ഇറാന് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും റഷ്യയുമായും ചൈനയുമായും ഇറാൻ കൂടുതൽ സഹകരിക്കാനുള്ള ഒരു ഉപാധി കൂടി തുറന്ന് കിട്ടുകയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ലോകരാഷ്ട്രങ്ങൾ തിരിയുന്നു. വ്യാപാര യുദ്ധം നോക്കുമ്പോൾ ട്രംപിനെതിരെ ലോകരാജ്യങ്ങൾ മൊത്തമായി തിരിയുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ പലയിടത്തും വ്യാപാര യുദ്ധം, വളരെ അസുഖകരമായ ഒരു അന്താരാഷ്ട്ര ബന്ധമാണ് അമേരിക്കയുമായി പല രാജ്യങ്ങളും, മുൻകാലത്തെ സുഹൃത്തുക്കളായിരുന്ന യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ, ജപ്പാൻ, കൊറിയ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെയധികം കെയർഫുള്ളായി ട്രെഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് നോക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇറാനെതിരെ പറയുന്ന കാര്യങ്ങൾ അവിടെ ഒരു അസ്ഥിരതയിലേക്കും യുദ്ധത്തിലേക്കും ആക്രമണത്തിലേക്കും ഒക്കെ പോയാൽ ലോകം ഒരുപക്ഷെ ആണവ വിപത്തിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. ജാഗ്രത.